ഇന്നത്തെ ഒരു മൂവി റിവ്യൂ ആണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു മൂവി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യണേണ്. ഇത് നമ്മുടെ റൂം മെമ്പറാണ്. പേര് പറഞ്ഞു എന്നാ പേരില്ല, ഒരു ഇരട്ട പേരുണ്ട്, പിന്നെ പറയാം. ദിലീപിന്റെ കുറെ നാളുകൾക്ക് ശേഷം നല്ല ഒരു സ്ക്രിപ്റ്റ് 2 വർഷം കഷ്ടപ്പെട്ട് നമ്മുടെ നൂറിൻ ഷെരീഫും അറിയാൻ പറ്റും, പുള്ളിക്കാരത്തിലെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ഒരു 2 വർഷം കഷ്ടപ്പെട്ടിരുന്ന എഴുതിയൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ദിലീപിനോട് ഇഷ്ടക്കേടുണ്ട അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾ സിനിമയിൽ അതൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെയൊക്കെ ചിരിപ്പിച്ച ഒരു നടനാണ്. അങ്ങനെയൊന്നും വെറുതെ നമ്മൾ താഴ്ത്തി കളേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റാണ്, നല്ല രീതിയിൽ ആ പടം എടുത്തിട്ടുണ്ട്. ടീസർ വന്നിട്ടുണ്ട്. മസ്റ്റായിട്ടും കാണാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്. ഞങ്ങൾ അധികം വലിച്ചു കിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്രൂ ഇതിൻ്റെ അകത്ത് ഉണ്ട്. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി കാസ്റ്റിംഗ് ആണ്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ, പിന്നെ ബാലു, സാൻഡി, കുറെ വെറൈറ്റി ആൾക്കാരൊക്കെ എൻ്റെ കയറുന്നുണ്ട്. തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. പുള്ളിക്കാരത്തിൽ എൻ്റെ അടുത്തുണ്ട്. നല്ല നല്ല സെന്റിമെന്റ്സ് കൊണ്ടുവരാൻ പറ്റിയ ഉണ്ടല്ലേ. നോക്കി വായിക്കണല്ലേ. ഒരു ലിസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഒരു 10-20 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ടീസർ തന്നെ നല്ല രീതിയിൽ നല്ല വെടിപ്പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സസ്പെൻസ് കിട്ടുന്ന രീതിയിൽ പണ്ടത്തെ റൺവേല ആ ഒരു ലുക്കല്ല, ലുക്ക് വൈസ് അത്ര ഗ്ലാമറസ് ആക്കിയിട്ടൊന്നുമില്ല. എന്നാലും നല്ല ടഫായിട്ടുള്ള ലുക്കിൽ ഒരു പഞ്ചായത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം, മസ്റ്റായിട്ടും കാണാൻ പറ്റിയൊരു പടമായിരിക്കും. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് തിയേറ്ററിലുണ്ടാവും, അത് വേറെ കാര്യം. കുറെ ദിവസത്തിന് ശേഷം ഒരു പടം ഇറങ്ങണല്ലേ ദിലീപിന്റെ. പ്രിൻസ് കണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അത് ബ്ലോഗർമാർക്ക് മസ്റ്റായിട്ടും എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു പടമാണ്. അപ്പൊ എന്തായാലും ആ പടം കണ്ട് കുറെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു. അത് ബോറ് പടമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. 1 ടൈം വാച്ചബിളിനെക്കാളും കുറച്ച് താഴെയാണ്. എന്നാലും എവിടെയൊക്കെ എന്തൊക്കെ മിസ്സിംഗ് ആണ്, അത് സ്വാഭാവികം. പഴയ ട്രാക്കിലൊക്കെ ചില സീൻസിലൊക്കെ ഭയങ്കര ചെറുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട് ദിലീപിന്. പണ്ടത്തെ ദിലീപില്ലേ നമ്മളെ ചിരിപ്പിച്ച പുള്ളി, ആ ഒരു ഇത് ഇതിലെന്തായാലും ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഈ സാധനം മൊത്തം ഇരിക്കണം. കോമഡി മൊത്തം ഡയറക്ടറും ഈ സ്ക്രിപ്റ്റ് എഴുതണത്, അത് രണ്ടുപേരും ഒരുമിച്ചൊക്കെ ഇരുന്ന് ചെയ്താൽ പഴയ ആൾക്കാർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എവിടെ മിസ്സാവുന്നില്ല. അപ്പോൾ അതേപോലെ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. സ്ക്രിപ്റ്റ് ഇപ്പൊ പുതിയ പിള്ളേരാണ് എഴുതിയേക്കണത്. ഡയറക്ഷനും പുതിയ ആളിന് ധനഞ്ജയ് ശങ്കറൻ ഡയറക്ഷൻ. പിന്നെ വിനീത് ദിലീപ് കോംബോ ഫസ്റ്റ് ടൈമാണ് ഒരു പടത്തിൽ ഇതുപോലെ വന്നിട്ട് വന്നില്ല. ആ പടം മറ്റേ എന്താണ് അതില് കാസ്റ്റിംഗില് ദിലീപ് ഉണ്ട്, പക്ഷെ മൂവില് ഞാൻ കണ്ടില്ല. അത് വലിയ സംഭവം ഒന്നും കൊടുത്തില്ല. സോ നമുക്കൊന്ന് ടീസർ കണ്ടു നോക്കാം. ബാ, എന്താണ് കാണിച്ചു വെച്ചേക്കണം നോക്കണ്ടേ. എന്താണ് ഇംഗ്ലീഷ് പടം? സൗണ്ട് കേട്ട് മനസ്സിലായല്ലോ ആരൊന്നും. ഫൈൻ സ്കോറിംഗ് ആണ് കൊടുത്തേക്കണം കേട്ടോ പടത്തിന്. ബിജിഎം ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ബിജിഎമ്മിൽ തന്നെ. ആ കാലിട്ട് ഇറക്കുന്ന സീനൊക്കെ ഇല്ലേ, നമ്മുടെ മീശ വാതകം ഉണ്ടെന്നോ ആ സീൻ നൈസായിട്ട്. വിനീത് ശ്രീനിവാസൻ വേറെ ലുക്ക് കേട്ടോ, ഒരുമാതിരി സൈക്കോയാ, ഫ്രീക്കൻ സൈക്കോ. ശരണ്യ പൊൻവണ്ണൻ പൊട്ടുപടങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ് ധ്യാൻ ശ്രീനിവാസൻ. ഒരു ചീത്ത പേരില്ല, അങ്ങനെ അത് മാറിക്കിട്ടിയാ മതി. ഹൃദഭാവത്തിന്റെ വാശോ ഭയങ്കര കാസ്റ്റിംഗ് ആണ്. കൊള്ളാം. കഴിഞ്ഞ കുറച്ച് പടത്തില് നമ്മുടെ വിനീത് ശ്രീനിവാസൻ കുറച്ച് അലമ്പായിരുന്നു എന്ന് വേണം പറയാൻ. അമ്മോ, ദിലീപ് 2-3 ലുക്കിലുള്ള കൊള്ളാട്ടോ പടം. എന്തായാലും കുറെ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, നല്ല നല്ല ഷോട്ടുകൾ. എന്തോ ഭാഗ്യം എവിടെയോ കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ. ധ്യാൻ ശ്രീനിവാസന്റെ നല്ല ഡയലോഗ് ഡെലിവറി ഉള്ള പുള്ളിക്കാരനാണ്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ട്. അത് നല്ല നല്ല സിനിമകൾ കിട്ടിയാൽ പുള്ളി തെളിയിക്കും. പക്ഷെ അത് ഉള്ള ടീച്ചർ എന്തായാലും നല്ല സെറ്റ് സാധനം. ടീച്ചർ കണ്ടിട്ടാണ് എല്ലാവരും പടത്തിന് കയറണത്. പിന്നെ ട്രെയിലർ ഇനി അടുത്ത് ഇറങ്ങുമ്പോൾ അറിയാം, കുറച്ചും കൂടി സെറ്റ് ആയിരിക്കും. പടത്തിന്റെ ഇത്രയും മേക്കിംഗ് ഒക്കെ കണ്ടത് തന്നെ അത്യാവശ്യം നല്ല രസമുണ്ടല്ലേ. നല്ലതാണ്. പക്ഷേ റിലീസ് ഡേറ്റ് ഒന്നും നമുക്ക് കൺഫേം ആയിട്ടില്ലെന്ന് തോന്നുന്നു.
2025 പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഈ വർഷമാണ്. മിക്കവാറും ഉണ്ടാവും, അടുത്ത് തന്നെ ഉണ്ടാകണം അല്ലേ. ചിലപ്പോൾ മിക്കവാറും ഇത് ഓണത്തിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റിയ ഒരു മൂവിയാണെന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ. ടീച്ചർ കണ്ടിട്ട് എന്തായാലും കൊള്ളാം. നമുക്ക് പക്ക അടിപൊളി. അധികം വലിച്ചു കെട്ടി ഞാനിവിടെ പറയണില്ല. പിന്നെ അറിയാം, ദിലീപാണ് നല്ലൊരു ഡയറക്ടറും നല്ലൊരു സ്ക്രിപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പടം കൊണ്ടുപോകും. പുള്ളിക്കാരൻ്റെ ആക്ടിങ് നമുക്ക് ഇത്ര വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില പ്രശ്നങ്ങളിൽ പുള്ളി ബാക്കിലേക്ക് പോയി, അത് സ്വാഭാവികമാണ്, വിട്ടോളാം. നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. വേറെ ആര് ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിച്ചിട്ടുള്ളത്. ഇപ്പോഴും കണ്ടാലും ചിരിക്കും. ഇപ്പോഴും ഏതൊരു സിനിമ കണ്ടാലും നമ്മൾ ചിരിച്ചോണ്ട് തന്നെ ക്ലോസ് ചെയ്യാറുള്ളൂ. എല്ലാം ഒത്തണങ്ങി ഒരു നടനാണ് ശരിക്കും പറഞ്ഞ ദിലീപ്. അത്യാവശ്യം പുള്ളിയുടെ ചില ഇതൊക്കെ വേറെ ആർക്കും പറ്റാത്ത ടൈപ്പ്. പറ്റൂല. ഇങ്ങനത്തെ കോമാളികളികളൊന്നും കളിക്കാൻ പറ്റിയ വേറെ നടന്മാർ കഴിഞ്ഞ 2000 തൊട്ട് ഇല്ല. അങ്ങനെ വേണം പറയാൻ. ഒരാൾക്കും പറ്റേവില്ല. എത്ര കോപ്പി അടിച്ചാലും ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ദിലീപിന്റെ പടം എത്ര ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അത് കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിക്കാൻ കിട്ടില്ല. അങ്ങനത്തെ ഒരു പുതിയ ഡയറക്ടറാണ്. പുള്ളിയുടെ ഫിലിം നന്നായി വരട്ടെ. അതെ. ധനഞ്ജയ് ശങ്കർ നമുക്ക് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് മാത്രം റിവ്യൂ പറയാൻ നോക്കുക. എവിടെയെങ്കിലും തിയേറ്റർ റിവ്യൂ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കുറെ പിള്ളേരുണ്ടാവും, യൂട്യൂബ് റിവ്യൂ. അവന്മാർക്കൊക്കെ നല്ല റിവ്യൂ കൊടുക്കാൻ നോക്കും. നല്ല പടമാണെങ്കിൽ. നല്ല പടം അല്ലെങ്കിൽ പൊട്ടപ്പടമെന്ന് പറഞ്ഞിട്ട് ചാടിക്കറി പറയണ്ട. നിങ്ങൾ കണ്ടിട്ട് പറയുമെന്ന് പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അല്ലാണ്ട് ചാടിക്കറങ്ങി ഈ വട്ടം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഫോളോവേഴ്സുള്ള യൂട്യൂബ് ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർ ഇത്രയും ഫോളോവേഴ്സ് കാണുന്നതാണ്. ഒരു പടത്തിനെ വെറുതെ ഡിഗ്രേഡ് ചെയ്ത് താത്താതിരിക്കുക. കണ്ടിട്ട് മാത്രം പറയുക. കണ്ടിട്ട് ടീച്ചർ കണ്ടിട്ട് അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഉള്ളത് ബാക്കി ഫിലിം കണ്ടിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം, പറയാം. എന്തായാലും മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും അറ്റ്ലീസ്റ്റ് ദിലീപിന്റെ പടങ്ങളെല്ലാം. അതിനകത്ത് എന്തെങ്കിലും പുള്ളിയുടെ കയ്യിൽ നിന്നൊക്കെ പുള്ളിയായിട്ട് ഉണ്ടാക്കും, ഉണ്ടാവും. അത് ആക്ടിങ് വൈസിൽ ഉണ്ടാവുള്ളൂ. കൂടുതൽ നമുക്ക് ചില സ്ഥലത്തൊക്കെ പുള്ളിയുടെ ഉണ്ടാവും. അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുന്നു. നമുക്ക് കാണാം. നന്നായി വാ ധനഞ്ജയ് ശങ്കര.